നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട് ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ചിഞ്ചു എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്. പിന്നെ പപ്പേനത് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പപ്പേനെ അവിടെ കിടത്തി കേട്ടാ. നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബിനീഷിലിട്ട് ഞാൻ കാറിലാണ്. ഇന്ന് 26-ാം തീയതി പപ്പനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഒരു ദിവസം. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് എത്തിയ സിഗ്നലിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇന്ന് ബിനീഷ് ഒറ്റക്കാണ്. ഇനി എപ്പോഴാണ് ഇത് കഴിഞ്ഞ് തിരിച്ച് വന്നേന്ന് അറിയില്ല. പിന്നെ അവിടെ ചെന്ന് പപ്പയ്ക്ക് ഇനി എങ്ങനെയാണ് എന്താണെന്നൊന്നും ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്നലെ സ്കാനിങ് ഉണ്ടായിരുന്നു. സ്കാനിങ് ഒക്കെ ചെയ്തു ഞങ്ങൾ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ആ സ്കാനിങ് റിപ്പോർട്ടും പപ്പേനെ കിട്ടി പോകണം. പിന്നെ അതേ നമ്മൾ പോകാൻ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഫുൾടൈം എല്ലാത്തിനും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്നലെ വേറെ ആർക്കും കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സോൾവ് ആയി. ഇപ്പം അങ്ങോട്ട് പോയി പപ്പയും അമ്മച്ചീൻ്റെ വേണ്ടിയാണ്. അമ്മച്ചി മരുന്നുണ്ടെന്ന് പറയുന്നത്. അമ്മച്ചിക്ക് ടെൻഷനുണ്ട്. അമ്മച്ചി പറഞ്ഞു ഞാനും വരുന്നുണ്ട് ഹോസ്പിറ്റലിലോട്ട് എന്താണെന്നൊക്കെ അറിയാനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ എയർപോർട്ട്. പിന്നെ ബിനീഷിനെ കൊണ്ടുവരാത്തുണ്ടാവുന്ന എല്ലാവരും അത് ചോദിക്കും. കൊണ്ടുവരാത്തുണ്ടായിരുന്നില്ല. കാറിന് യാത്രയെ ഭയങ്കര ഛർദിക്കും. പിന്നെ അന്നത്തെ ഒരു ദിവസം കാറ് ബസ് ഇതൊക്കെ നമ്മുടെ പാലയിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ബാംഗ്ലൂരിലൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ബിനീഷിനെ കൊണ്ടുവരാത്തത്. അല്ലെങ്കിൽ ആളിനെ കൊണ്ടുവന്നത്. അപ്പോൾ അത് കാരണം ആളിനോട് ഒറ്റക്കാണ്. ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് അമ്മച്ചിയും അപ്പം എന്താ റെഡി ആയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആക്കണം. കുറേ ദിവസമായിട്ട് വണ്ടി ഓടിക്കാത്ത പറഞ്ഞാൽ അതങ്ങനെ. അപ്പം അമ്മച്ചിയും വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞങ്ങൾ എന്തായാലും എന്താ അനുവിൻ്റെ കാറിലേക്ക് പോകാൻ വേണ്ടി പോകണം കേട്ടോ. അമ്മച്ചവിടെ പുറകിൽ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കൊന്ത വെച്ചിട്ടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അനുകൊണ്ട് കൊന്ത വെച്ച് പ്രാർത്ഥന തുടങ്ങിയത്. പപ്പയുടെ പുറകിൽ കൊണ്ടിട്ടാ. ടെൻഷൻ ഉണ്ടാവും ചെയ്യും. ഫൈറ്ററാണ് അമ്മച്ചിനെ ഒറ്റക്ക് മറ്റേ ഫൈറ്റർ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നിരാശപ്പെടേണ്ടതല്ലോ. അപ്പൊ എന്തായാലും ചെന്നപ്പോ അവിടെ അതിനുള്ള കാറ്റ് തന്നാൽ മതി എന്നുള്ള അപേക്ഷ മാത്രമേ. ഞങ്ങൾ ഇനി 9:30 അവിടെ എത്തണം. അപ്പഴേ പോയിക്കൊണ്ടിരിക്കണം. ബാംഗ്ലൂർ പുള്ളി എത്താറായിട്ടാണ്. റിലേ മെഡിസിറ്റിയിലാണ് കാണിക്കണം. പപ്പ നല്ല ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ടല്ലേ. പപ്പ അവിടെ ഇരിപ്പുണ്ട് കേട്ടാ. അത് മാത്രമല്ലേ എന്റെ ബലം. അത് വായിച്ചോളാം. അതുവരെ ഞാൻ തന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ബുക്കിങ്ങിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ അമ്മച്ച ഫുൾ ടെൻഷനിലാണ്. പേടിച്ചിരിക്കണം. അമ്മച്ച പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇട്ട്. ലിഫ്റ്റ് വന്നോട്ടെ. ലിഫ്റ്റ് മേലോട്ട് പോയേക്കണേ. അപ്പനിവിടെ ഉണ്ട്. പപ്പ അമ്മച്ച ഇവിടെ പണ്ടിട്ട രണ്ടുപേരും ഭയങ്കര ടെൻഷനിലേക്കാണ്. ഇപ്പോൾ ഡോക്ടറെ ഞാൻ കണ്ടു. അപ്പോൾ 7th ഫ്ലോറിലാണ് ഇവിടെ വന്നേക്കണേ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിവിടെ നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒന്ന് കാണിച്ചിട്ട് എന്താ പറയണേന്ന് നോക്കണം ഡോക്ടർ. നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട് ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ചിഞ്ചു എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്. പിന്നെ പപ്പേനത് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിൻ്റെ റിപ്പോർട്ടൊക്കെ കാണിച്ചിട്ട് വേണം, നോക്കിയിട്ട് വേണം ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പപ്പേനെ അവിടെ കിടത്തിയേട്ടാ. അവിടെ ഇങ്ങനെ കിടത്തിയേക്കാണ്. ഇനി അത് ഒരു ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാനും ഒരെണ്ണം കൂടി ഉണ്ട്. കിടത്തിയേക്കാണ്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞാലാണ് പ്രൊസീജിയർ എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പം അമ്മച്ചി അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ട. അനൂപ് കൊണ്ട് പുറത്ത്. അപ്പം എന്താണെന്ന് നോക്കട്ടെ. എന്തായാലും ഇവിടെ ഉണ്ട്. അവിടെ പപ്പ അവിടെ ടെസ്റ്റ് നിൽക്കണേ. അവിടെ ബാഗ് ഊരാൻ വേണ്ടി അപ്പം അവിടെ ഊരിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. അമ്മച്ചി എനിക്ക് ടെൻഷനും. അപ്പം ഇത് കഴിയുമ്പോഴത്തേക്ക് ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞാലാണ് ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അനൂപേട്ടൻ്റെ അവിടെ ഉണ്ട് കേട്ടോ. അവിടെ ആൾ ഫോണിൽ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കണേ. അപ്പോൾ ഇവിടെ കിടത്തിയിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പപ്പേന.
പപ്പേനെ ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അവിടെ താഴെയാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തതാണ്. അപ്പോൾ പപ്പ ഇപ്പോൾ അതിൻ്റെ അകത്തോട്ട് പോയിട്ടുണ്ട്. പപ്പയ്ക്ക് എന്തോ ഒരു PS അങ്ങനെ എന്തോ ഇത്തിരി കൂടുതലാണ്. ഇനിയിപ്പോൾ അതുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ബാക്കി പ്രൊസീജിയർ പറഞ്ഞത്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തിട്ട് ഇനി ബ്ലഡ് റിപ്പോർട്ട് കൊണ്ട് പോകണം ഡോക്ടറിൻ്റെ അടുത്ത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു വേരിയേഷൻ വ്യത്യാസമുണ്ട് പപ്പ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നീട് ട്രീറ്റ്മെൻറ്റുകൾ വേണ്ടി വരും. അപ്പോൾ ആ ബ്ലഡ് ടെസ്റ്റിന് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലമൊന്നുമില്ല. പക്ഷേ എന്തോ ഒരു വേരിയേഷൻ കാണിക്കുന്നു എന്നാണ് പറയണത്. അപ്പോൾ അതെന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി താഴത്തോട്ട് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്നാണ്. അപ്പോൾ അവിടെ കൊണ്ടിട്ട് അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പപ്പേര. അപ്പോൾ താഴത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ് അവിടെ ചെയ്ത് കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എത്ര 4 മണിക്കൂറായിട്ട് എടുക്കുമെന്ന് തോന്നുന്നു ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കിട്ടാനായിട്ടെന്ന് പറയണത്. റിസൾട്ടും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പപ്പയുടെ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ആഴ്ച കഴിക്കണം. 2 ആഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടി കൊണ്ടുപോകണം. പിന്നെയും ടെസ്റ്റ് ചെയ്യണം. അപ്പനെന്ത് വേറെ കുഴപ്പമില്ല. നേരത്തെ 26 ആകുന്നുണ്ടോ PCOയ കണ്ണടക്കണം. എന്താണ് ഞാൻ എന്തോ പോയതൊക്കെ പറഞ്ഞിരിക്കണ്ടത്. ഇവന്മാർ 2 കൊണ്ടുവന്നത് ഇവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ അകത്തുണ്ട്. ഞാനിപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ അമ്മച്ചിക്ക്. കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തത് അമ്മച്ചി ഹാപ്പി ആയിട്ടുണ്ട്. ഇനിയും പപ്പക്ക് 2 ആഴ്ച കേട്ടാ. പപ്പ ഇവിടെ ഉണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. ഇപ്പം ഹാപ്പി ആയിട്ടുണ്ട്. ഇനി വണ്ടിയൊക്കെ ഓടിക്കാം. കുറച്ച് അധികം പോകാൻ പാടില്ല. എന്നാലും മര്യാദ. പിന്നെ MRI സ്കാനൊക്കെ എടുക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കേട്ടാ. എല്ലാ ദിവസവും രാത്രി മരുന്നുണ്ട്. 2 ആഴ്ച കഴിഞ്ഞിട്ട് വേണം പിന്നെ കൊണ്ടുപോകാൻ. പിന്നെ ഇന്നിപ്പോൾ എത്ര ഡേറ്റ്? ഇന്ന് അതെ 10-ാം തീയതി കൊണ്ടുപോകണം പപ്പേനെ. തന്നുകൊണ്ട് ജാനുഘട്ടം വന്നിട്ടുണ്ട് കേട്ടോ. ആളെല്ലാ കാര്യത്തിലും എല്ലാം ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞങ്ങളിത് തിരിച്ച് വീട്ടിലെത്തി. എല്ലാം നല്ലതുപോലെ വളരട്ടാക്കാൻ നിങ്ങൾ ചെയ്തതിന് 10 ഇരട്ടി ദൈവം നിങ്ങൾക്ക് തരും. എന്റെ മനസ്സും പറയുന്നത് എന്റെ പ്രാർത്ഥന ഉണ്ടാകും. നിങ്ങളുടെ അപ്പനും അമ്മയും പോലെ ഞങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹം തന്നെയാണ്. വെച്ചിട്ട് നിങ്ങൾക്ക് കയറിക്കോളൂ, പേടിക്കണ്ട. അതെ അതെ, ഞാൻ തമാശ പറഞ്ഞാലും പോലെ ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടൊന്നും ഒരു വാക്കും വെറുതെ പോയിട്ടില്ല. നിങ്ങൾ അക്കാദമിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഇവൻ അവിടെ വന്നപ്പോ തുടങ്ങി ഞാൻ ദൈവം വേദന ഒന്ന് വളർത്തി കൊടുക്കണേ. അപ്പൊ ഇവൻ കപ്പടിച്ചെന്ന് പറയുമ്പോൾ ദൈവത്തിന് നന്ദി അപ്പൊ അതുപോലെ എന്തെങ്കിലും ദൈവം ഒരു ഉപകാരം ഒരാൾക്ക് ചെയ്ത 10 ഉപകാരം വേറെ നിങ്ങൾക്ക് കിട്ടും. ഉറപ്പാണ്. വന്ന് നിറയട്ടെ നിങ്ങളുടെ അക്കാദമി. അപ്പൊ പപ്പയുടെ കാര്യങ്ങളെല്ലാവരും കണ്ടില്ല. പപ്പയുടെ എല്ലാം ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതിപ്പോ പിറ്റേ ദിവസം വീട്ടിൽ വന്നതാണ്. ഇന്ന് ഇവിടെ മാതാവിന്റെ യൂണിറ്റിലുള്ള മാതാവിന്റെ എല്ലാവരും വീട്ടിലിങ്ങനെ കൊണ്ടുവന്ന് പൊന്തയൊക്കെ ചെല്ലുന്നുണ്ട്. അപ്പൊ ഇന്ന് ഇവിടെ മാതാവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നതാണ്. അപ്പൊ അതിനോട് സംബന്ധിച്ച് ചെറിയൊരു നേർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നേർച്ചയായിട്ടും അതുപോലെ നല്ലോണം ഇങ്ങനെ കൊടുക്കണം. അപ്പൊ അതിന് സ്പെഷ്യലായിട്ട് പായസം തന്നെ സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. സേമിയ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടാക്കി ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ലാസ്റ്റ് ഘട്ടത്തിലോട്ട് മാതാവിന്റെ രൂപം കാര്യങ്ങളൊക്കെ വരാനുണ്ട്. പിന്നെ അമ്മച്ചി സ്പെഷ്യലായിട്ട് സേമിയ പായസം ഉണ്ടാക്കിയത് തന്നെ തേങ്ങാപ്പാലിലായിട്ട് ഉണ്ടാക്കിയത്. എല്ലാവരും പാല് കവർ പാലിലൊക്കെ ഉള്ളത്. ഞാൻ കവർ പാലിൽ അതേ കഴിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സേമിയ പായസം ഇതാ തേങ്ങാപ്പാല് പിഴിഞ്ഞയിൽ ഉണ്ടാക്കിയേക്കുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇനി എല്ലാരും കൂടി വന്നു കഴിഞ്ഞുള്ള വളരെ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് പായസം കാണിച്ചു തരാട്ടാ. അതെ പായസം ആയിട്ടില്ല, താളിച്ചിടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അതെ പാത്രം ഗ്യാസ് വെറുതെ പുറത്ത് വെച്ചേക്കണല്ലേ, പാത്രം വെക്കുന്നത് അതുകൊണ്ടാ. അപ്പൊ അതെ അമ്മച്ചിവിടെ എല്ലാം ചെയ്തേ. ചായ ഇവിടെ ഇപ്പോട്ട് എന്താണ് പായസം കുടിക്കാൻ വെയിറ്റിങ്ങിൽ ഇങ്ങനെയാണ് ചായ. ഏത്തക്കൊല്ലേ ഇതല്ലേ പാളയംകോടൻ അല്ലേ? പാളയംകോടൻ. ഇത് പാളയംകോടൻ പഴം ഉണ്ടാകും. അപ്പൊ അതും പഴുത്ത് തിന്നാൻ ആളില്ല എന്ന് പറഞ്ഞിട്ടാണ് അമ്മച്ചി മെയിനായിട്ട് ഞങ്ങളെ വിളിച്ച് വരുത്തിയേക്കുന്നത്. ഇത് മൊത്തം നിന്ന് തീർക്കണം, മത്സരമായിട്ട് നിക്കണം ഞങ്ങക്ക്. ഇല്ല, നാളെ ഞങ്ങൾ വേറെ സാധനം ഇത് വെച്ച് വേറൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. അത് പറ്റിയാൽ വേണമെങ്കിൽ ഞാൻ എന്റെ ചാനലിൽ ഇടുന്നതായിരിക്കും. ടൈം കിട്ടിയത്. അപ്പൊ അമ്മച്ചി ഇവിടെ താളിക്കുന്നുണ്ട് കേട്ടോ അമ്മച്ചി. അപ്പൊ ഇത് ലാസ്റ്റ് ഘട്ടത്തിലോട്ട് കിടന്നട്ടോ. നല്ല അടിപൊളിയായിട്ട് മുന്തിരിയും കാഷ്നട്ടൊക്കെ നെയ്യിലും എണ്ണയിലും കിടന്ന് നല്ല സൂപ്പറായി ഇതായി വന്നിട്ടുണ്ട്. നല്ല
അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അമ്മച്ചിയുടെ ഇനി അതിനകത്തോട്ട് ഇടാൻ വേണ്ടി പോകണ്ട നമ്മുടെ പായസം. സൂപ്പർ. എന്റെ മതിക്ക് എങ്ങനെയൊക്കെ തിന്നാ മതി. ഇനി ക്ഷമയുണ്ടാവില്ല. ഇനി മണോര് വന്നിപ്പോ നെയ്യും കൂടി കഴിച്ചപ്പോഴത്തേക്ക് നല്ല മണോയി. ഗ്യാസ് കത്തണോ അമ്മച്ചി? ഇതാണ്ട് നമ്മുടെ മാതാവിന്റെ രൂപം കൊണ്ടുവന്ന് ഇപ്പൊ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പായസമൊക്കെ കൊടുത്തവർക്ക്. പിന്നെ അതേ നമ്മുടെ ബിനീഷ ഇവിടെ ഉണ്ട്, എല്ലാവരും പോയട്ടാ. അപ്പം ഇതാണ് മാതാവിന്റെ രൂപം കൊണ്ടുവന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു അരമണിക്കൂറോളം ബിനീഷ 3/4 മണിക്കൂർ അടുത്ത് നേരം ഉണ്ടായിട്ട്. ഇനി ഇവിടെ പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മിച്ചായി ഓൾറെഡി രൂപം കയ്യില് വാങ്ങിയായിരുന്നു. ഞാൻ അങ്ങനെ പോകുന്നത് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ മാതാവിന്റെ രൂപം അപ്പൊ ഇവരെന്താണ് അടുത്ത പൊട്ടിക്കാൻ വേണ്ടി പോണെന്ന് പറഞ്ഞു നോക്കട്ടെ. കമ്പത്തിരിയും കുറച്ച് കുത്തിരിയും അങ്ങനെ പത്താപ്പുള്ള സ്ഥലങ്ങൾ കുറച്ച് അപ്പനും ബിനീഷയും കൂടി ചേർന്നിട്ടുള്ള എന്റർടൈൻമെന്റ് പരിപാടികളാണ് ഇനി. പടക്കം പൊട്ടിക്കാനുള്ള പരിപാടി. പപ്പ ഇവിടെ തിരിയൊക്കെ കത്തിച്ചത്. ബിനീഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ സ്റ്റാറൊക്കെ തൂക്കിയിട്ട് അമ്മച്ച് പപ്പ ഇവിടെ 2 സ്റ്റാറൊക്കെ തൂക്കി. ഡിസംബർ ആയല്ല. ഇനി ഇവിടെ ഇങ്ങനെ അല്ല കേട്ടോ, ഇത് അടിപൊളിയായിരിക്കും, നല്ല രസമായിരിക്കും. പപ്പയുടെ വക കമ്പിത്തിരി കത്തിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറയുന്നത് ഭയങ്കര പേടിയാണ്. പൊട്ടിക്കണം എന്താ വെച്ച് ഇവിടെ പൊട്ടിക്കാൻ വേണ്ടി പോകണുണ്ട്. അതേ ഇവിടെ നല്ല ചെറിയ ചെറവറ ഏതാണ്ടൊക്കെ എടുത്ത് വെക്കണുണ്ട്. അത് കത്തിച്ചിട്ട് വേണം പൊട്ടിച്ചു കൊടുക്കാൻ. അപ്പൊ അതേ അതിൽ തീ കൊടുത്ത് തുടങ്ങിട്ടോ. കത്തി അതിങ്ങനെ ചെറവറ ഇവിടെ പുകയൊക്കെ ആയി തുടങ്ങിയത്. അപ്പതേ പൂത്തിലധികം ദേവേ എന്റെ വണ്ടി മുട്ടൊന്നും അറിയാൻ പറയണ്ട. കഴിഞ്ഞ മുട്ടി ഞാൻ പറഞ്ഞല്ലോ അത് മുട്ടൊന്ന് പേടിയുമാണ് ഗൈസ്. എന്നിട്ട് എല്ലാത്തിനും എന്താണ് ഇവിടെ രണ്ടുപേരും കൂടി പപ്പയും വിനീഷയും കൂടി ആട്ടെ പൊട്ടിക്കലും ബഹളമൊക്കെ. ഇവിടെ കുറച്ചും കൂടി ഇപ്പൊ പടക്കമൊക്കെ തീർന്നു. ജി 2 കൂടി പൊട്ടിക്കണം. മാതാവ് വീട്ടിൽ വന്ന ദിവസം അപ്പൊ വിനീഷ് പൊട്ടിക്കാൻ വേണ്ടി ഓർഡർ ഒക്കെ തീ കൊടുക്കത്തേക്കും. അതെ തീ കൊടുത്തിട്ട് 2 എണ്ണത്തിൽ ഒരുമിച്ച് തീ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിനീഷക്ക് ഇങ്ങനെ കാണണമെന്ന് പറഞ്ഞു 2 എണ്ണം. അതിൽ 1 എണ്ണം പൊങ്ങിയില്ലേ? അതെ പൊങ്ങി വന്നെയുള്ള കേട്ടോ കൈ. അപ്പൊ പപ്പയാണ് എന്ത് സന്തോഷം നോക്കി. ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഇതൊക്കെ. അടുത്ത അംഗത്തിലൂടെ ഞങ്ങള് തീരാറായിട്ടാ. കാരണം ഞങ്ങൾ കുറച്ച് ഈ പ്രാവശ്യം കുറച്ച് ഞങ്ങൾ സാമ്പിൾ വാങ്ങിയതാണ്. ഇനി ക്രിസ്മസിനും അതെ മാതാവിന്റെ പരിപാടി അത് താഴത്തോട്ട് അത് താഴത്തോട്ട് മറിഞ്ഞു പോയതാണത്. അപ്പൊ അതായത് കഴിഞ്ഞിട്ടോ ലാസ്റ്റത്തെ കഴിഞ്ഞില്ലേ. പപ്പക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാട്ടെ പടക്കം പൊട്ടിക്കല്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് കുറച്ച് ഇതും കൂടി വാങ്ങിയതാണ്ടാ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇനി ഈസ്റ്ററിന് ക്രിസ്മസിനും ന്യൂ ഇയറിനും കൂടി വാങ്ങാനുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ഇത് കുറച്ച് സാമ്പിൾ വാങ്ങിയതാണ്. മാതാവ് ഏതായാലും വന്നതല്ലേ. മാതാവ് അവിടെ ഇരിപ്പുണ്ട് കേട്ടാ. മാതാവ് ആ മാതാവ് ഇരിപ്പുണ്ട്, ഈ മാതാവ് കൂടി ഇരിപ്പുണ്ട് അല്ല ചെയ്. അപ്പൊ അതേ ഇനി ലാസ്റ്റത്തെ പൊട്ടിക്കാൻ വേണ്ടിട്ട് പറയണ്ട. അമ്മച്ചിനെ എവിടെയും എല്ലാം കണ്ട് ആസ്വദിച്ചിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഒരു പെട്ടി കമ്പിത്തിരി ഉണ്ടാവും. നമുക്ക് ഇവിടെ കത്തിക്കാൻ പറ്റി. എന്തേ 2 കൂടെ ഒരുമിച്ചാ കത്തോ? അപ്പൊ അതേ അമ്മച്ചിയും ബിനീഷയും കൂടി കണ്ടത് 2 പേരും കൂടി കമ്പിത്തിരി കത്തി. ഞങ്ങളുടെ പടക്കത്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പപ്പതേ പടക്കത്തിന്റെ പരിപാടി കഴിഞ്ഞ് ബാക്കി വന്ന കമ്പിത്തിരി 2 പേരും കറക്കി ഇവിടെ ഇരുന്ന് ആഘോഷിക്കുന്നുണ്ട്. അമ്മച്ചിരുന്ന് കറക്കണോ? 60 വയസ്സ് കഴിഞ്ഞിട്ട് കാണിക്കണം. പിന്നെ പരിപാടിയൊക്കെ ഏകദേശമൊക്കെ തീരാറായിട്ടാ. അതെ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതേ ഇവിടെ വെച്ച് ഫിനിഷ് ചെയ്യാനാണ്. അപ്പൊ എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക അല്ലേ.